ഇന്ന് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് കണ്ടോ, ബീറ്റ്റൂട്ടും റാഗിയും വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്. ഷുഗർ ഇട്ടതല്ല കേട്ടോ, ഷുഗർ ആവശ്യമുള്ളവർ ഷുഗർ ഇട്ടോളുക, ഞാൻ ഇട്ടിട്ടില്ല. ഇത് നല്ലതാണ്, ഹെൽത്തിന് നല്ലതാണ്. ഞാൻ റാഗി മുളപ്പിച്ചിട്ട് ഉണ്ടാക്കിയതാണിത്. ഇത് റാഗി കുതിർത്തിട്ട് അത് മുളപ്പിച്ച് ബീറ്റ്റൂട്ടും കൂടെയും കൂട്ടി ഉണ്ടാക്കിയതാണ്. ഇത് സ്റ്റീം ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒരു കാര്യമുള്ളത്, റാഗി മുളപ്പിക്കാനുള്ളൊരു സമയം, അത് മുളപ്പിക്കാൻ സമയമില്ലെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം അത് കുതിർന്ന് കഴിയുമ്പം നമ്മൾ അരച്ച് ഉണ്ടാക്കിയാൽ മതി, മുളപ്പിക്കണമെന്നില്ല. ഞാൻ പിന്നെ മുളപ്പിച്ചാണ് ഇത് ഉണ്ടാക്കി. കുറച്ച് റാഗി വെള്ളത്തിലിട്ട് ഒരു ദിവസം കുതിർത്തിയതിന് ശേഷം അത് അരിപ്പയിൽ അരിച്ചിട്ടത് ഇങ്ങനെ ഒരു പാത്രത്തിലിട്ട് ഒരു നനഞ്ഞ പേപ്പർ ടവലിട്ട് മൂടി അതിൻ്റെ മുകളിൽ ഒരു ചെറിയ പാത്രവും വെച്ചിരുന്നു. അപ്പം ഒരു ദിവസം കഴിഞ്ഞ് ഒന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ പേപ്പർ ടവൽ ഒന്നോടെ ഒന്ന് നനച്ചിട്ടു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ മുളച്ചു വന്നു. അപ്പോൾ ഈ മുളച്ചു വന്ന റാഗി കൊണ്ട് ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പം അതിന് വേണ്ടത് ഒരു ബീറ്റ്റൂട്ടാണ്. അപ്പോൾ ബീറ്റ്റൂട്ടും കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഈ റാഗി കുറച്ച് ഈ മിക്സിയുടെ ബൗളിലിട്ടിട്ട് അടിച്ചെടുക്കാനുണ്ട്. ഈ റാഗിയുടെ ആ വെള്ളം, അത് റാഗി മിൽക്കാണത്. ഇത് മുളപ്പിച്ചതും കൂടെ ആയതുകൊണ്ട് അതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ ഒക്കെ ഒത്തിരി ഹൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് റാഗി ഇടുവാണ്. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് അരിച്ചുകൊണ്ട് വരാം. ഇതുപോലെയാണ് ഇത് ഇരിക്കുന്നത്, കണ്ടോ? റാഗിയുടെ മുളകളാണ് കാണുന്നത്. ഒന്ന് അരിച്ചെടുത്തിട്ട് വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അരിച്ചെടുക്കണം. അങ്ങനെ 2 പ്രാവശ്യം അരിച്ചെടുത്ത് ആ റാഗി മിൽക്ക് ഞാൻ കൊണ്ടുവരാം. ഞാൻ റാഗി മിൽക്ക് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എത്രയുണ്ട്. പിന്നെ നമ്മുടെ ഒരു ബീറ്റ്റൂട്ട്, അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കുറച്ച് മല്ലിയില, ഒരു ചെറിയ വെളുത്തുള്ളിയുടെ അല്ലി. ബീറ്റ്റൂട്ടും പച്ചമുളകും എല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ബൗളിൽ നന്നായിട്ടൊന്ന് കറക്കി ഇങ്ങനെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാനിത് റാഗി മിൽക്കിൽ മിക്സ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇങ്ങോട്ട് ഒഴിച്ച് ഇത് മിക്സ് ചെയ്യാൻ പോവാം. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളിത് ഈ നോൺ സ്റ്റിക്കിന്റെ പാനിൽ വെച്ചിട്ട് ഇത് കുറുക്കി എടുക്കുകയാണ് ചെയ്യണേ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ. അപ്പം ഞാൻ ഈ പാനിലേക്ക് ഇതിങ്ങനെ ഒഴിക്കുവാണ്. ഇനി ഇത് ഇളക്കി ഇളക്കി കുറുക്കി എടുക്കണം. ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. ഒത്തിരി തീ കൂട്ടിയിടരുത്, തീ കുറച്ചിടണം. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി ഇളക്കി ഒരുവിധം വെള്ളം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ കുറച്ച് ജീരകം ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തു, കുറച്ച് തേങ്ങയും എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുവാണ്. ഇത് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കണം. ഈ സമയത്ത് ഞാൻ കുറച്ച് ബട്ടർ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആവും അന്നേരം. ബട്ടർ അങ്ങ് മെൽറ്റായി ഇച്ചിരോടെ ഒന്ന് കുറുകി വരട്ടെ. റാഗി മുളപ്പിച്ച് ചെയ്യാൻ 2 ദിവസം എടുക്കും ഇത് മുളപ്പിച്ചൊക്കെ എടുക്കാനായിട്ട്. അങ്ങനെ പറ്റില്ലെങ്കിൽ സാധാരണ പോലെ തന്നെ റാഗി വെള്ളത്തിലിട്ട് കുതിർന്ന് പിറ്റേ ദിവസം എടുത്ത് അരച്ചാൽ മതി. മുളപ്പിച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻസ് എല്ലാം കൂടുകയും ചെയ്യും. പിന്നെ നമുക്കത് മിക്സിയിൽ അരച്ചെടുക്കാനും നല്ല എളുപ്പമാണ്. ഈ വെള്ളം പറ്റി കഴിയുമ്പോൾ ഞാനിത് ഇതുപോലെയുള്ള പാത്രത്തിൽ ഞാൻ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിട്ട് തണുക്കാൻ വെക്കുവാണ്. പൊളിയായിട്ടുണ്ട്, നല്ല കളർ കണ്ടാൽ നല്ല മധുരമുള്ള എന്തുവാന്ന് വിചാരിക്കുള്ളൂ.
മധുരം ഇടേണ്ടവർക്ക് ഇടാട്ടോ. ഞാൻ മധുരം ഇടുന്നില്ല. മധുരം ഇട്ട് കഴിക്കണം എന്നുള്ളവർക്ക് ഇങ്ങനെ മധുരം ഇട്ടിട്ട് അലുവ പോലെ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ മധുരം ഇല്ലാത്ത ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. കണ്ടോ? ഇനി ഇത് ആ പാത്രത്തിലേക്ക് മാറ്റി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ചുകൂടെ ഒന്ന് വെള്ളം പറ്റട്ടെ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഇത് അത്ര സമയമൊന്നും എടുക്കില്ല. തീ കുറച്ചാണ് ഇടുന്നത്. അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. കണ്ടോ? ഞാൻ ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. ഇതിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലാ ഭാഗവും ഒരേ ലെവലിലാക്കി വെക്കണം. അപ്പോൾ അത് നല്ല ഒരു ഷേപ്പിൽ വരുന്നതിന് വേണ്ടിയാണ്. ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ സീഡും കൂടി ഇടുന്നുണ്ട്. അപ്പം അത് നല്ലൊരു ഹെൽത്തി സാധനമാണ് സൺഫ്ലവർ സീഡ്. അപ്പോൾ ഇതിന് ഒരു ഭംഗിയും കിട്ടും, നമുക്കത് കഴിക്കുകയും ചെയ്യാം. ഇതിപ്പോൾ തണുത്ത് കഴിയുമ്പോഴാണ് ഇത് കട്ട് ചെയ്യാമുള്ളൂ. അല്ലാതെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഷേപ്പിൽ കിട്ടില്ല. അപ്പം നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനിങ്ങനെ കട്ട് ചെയ്ത് പീസുകളാക്കി എടുത്ത് വയ്ക്കുവാണ്. അപ്പോൾ ഇത് കണ്ടോ? ഇതിങ്ങനെ 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പീസ് എടുത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ചിക്കൻ കറിയുടെ കൂടെയോ മുട്ടക്കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. വെരി ഈസി അല്ലേ ഇത്? അപ്പോൾ ഇത് ഞാൻ കടലക്കറിയുടെ കൂടെയാണ് കഴിക്കണത്. കടലക്കറിയോ ചിക്കൻ കറിയോ മുട്ടക്കറിയോ എന്ത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. കറി കൂട്ടിയാണ് ഇത് കഴിക്കാൻ നല്ലത്. പിന്നെ ഞാൻ ഈ കടലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു കടലക്കറിയാണിത്. ഞാൻ 1 കപ്പ് കറുത്ത കടല വെള്ളത്തിലിട്ടായിരുന്നു. രാത്രി വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടിട്ട് രാവിലെ എടുത്ത് ഞാൻ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് അതിൽ 2 ബേ ലീവ്സും കൂടെ ഇട്ട് ഞാൻ കുക്കറിൽ ഒരു 3-4 വിസിൽ അടുപ്പിച്ചു. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് കിട്ടി. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ ഈ പാൻ അടപ്പത്ത് വെച്ചു. അതിൽ ഓയിൽ ഒഴിച്ചു. അത് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാനൊരു സവാള കട്ട് ചെയ്തത്, അത് നീളത്തിൽ കുറച്ച് വലുതായിട്ടൊക്കെയാണ് കട്ട് ചെയ്തേക്കുന്നത്. പിന്നെ 2-3 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്, ഒരു പച്ചമുളകുണ്ട്. എല്ലാം നീളത്തിൽ അരിഞ്ഞിട്ടതാണ്. സവാള തീരെ നൈസായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ ഓയിലിൽ കിടന്ന് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകവും കൂടെ ഇട്ട് ഒന്ന് ചൂടായി ഒന്ന് വഴണ്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് 1 ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റിയിട്ട് കുറച്ച് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ തക്കാളിയും ഇട്ട്, ഈ തക്കാളിയാണ് ഈ ഫ്രീസറിൽ ഇരുന്നത് കേട്ടോ, ഇവിടെ ഉണ്ടായ തക്കാളി അത്. അപ്പോൾ അതും ഇട്ട് നന്നായിട്ടങ്ങ് വഴറ്റി ഇങ്ങനെ ഒരു ഗ്രേവി നല്ല മൂത്ത് വന്നു ആ പൊടികളെല്ലാം. അപ്പോൾ മൂത്ത് വന്നപ്പോൾ അതങ്ങ് ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് ഇട്ടേക്കുവാണ്. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. ഇപ്പോൾ ഞാൻ ഈ പ്രഷർ കുക്കർ ഒന്ന് തുറക്കാൻ പോവുകയാണ്. നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ കടലയിൽ കിടക്കുന്ന നമ്മുടെ ബേ ലീവ്സ് അങ്ങ് എടുത്ത് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അതെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്രേവിക്കുള്ളത് മസാല അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പം മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് അത് നല്ല രീതിയിലൊന്ന് പേസ്റ്റായിട്ട് ഞാൻ അടിച്ച് കൊണ്ടുവരാം. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി കിട്ടാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം കടല എടുത്ത് ചിലർ മിക്സിയിലൊക്കെ അടിച്ച് ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട്. അതിലും ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്നതിന്. ഇനിയിപ്പോൾ ഇതിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഞാൻ കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയെല്ലാം പൊട്ടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാത്രത്തിലേക്ക് തന്നെ ആദ്യം തന്നെ നമ്മൾ അരച്ചുകൊണ്ട് വന്ന ഗ്രേവിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ ഗ്രേവി ഒഴിച്ച് നന്നായിട്ടൊന്ന്
തിളച്ച് നല്ല തിള വന്നതിന് ശേഷമാണ് നമ്മുടെ കടല വേവിച്ചത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറ് കഴുകി അതിൻ്റെ വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ കടല വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടല വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പം നമ്മുടെ ആ 2 ബേ ലീവ്സ് അതിൽ കിടന്നത് എടുത്ത് മാറ്റണം. അത് ആ ഫ്ലേവർ കടലയിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയാണ് ആ കുക്ക് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ഇട്ടായിരുന്നത്. അപ്പോൾ ബേ ലീവ്സൊക്കെ എടുത്ത് മാറ്റി നമ്മൾ ഈ ഗ്രേവി നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് ആദ്യം ഗ്രേവിക്ക് നമ്മൾ ഇട്ടില്ലായിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ട് ഇളക്കി ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ. നമ്മൾ ആദ്യം സവാള മൂപ്പിച്ച നേരത്തെ ഞാൻ 1 ടീസ്പൂൺ പൊട്ടുകടലയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മൂപ്പിക്കുന്നതിൻ്റെ കൂടെ പെരിഞ്ജീരകത്തിൻ്റെ കൂടെ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കടുക് വറുത്ത് ഇട്ട് കൊടുക്കുവാണ്. നമ്മുടെ കടല നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊക്കെ കുറുകി വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ നമ്മുടെ കടുക് വറുത്തതെല്ലാം ഇട്ട് നമ്മളത് ഇളക്കുവാണ്. പൊട്ടുകടലയും കൂടെ ഇട്ട് അരച്ചത് കൊണ്ട് നല്ല കുറുകിയ ചാറാണ് വന്നേക്കുന്നത്. നമ്മുടെ കടലക്കറി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അവസാനം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ്. ഇത് നമ്മുടെ പുട്ടിന്, അപ്പത്തിന് എല്ലാം അടിപൊളിയാട്ടോ. ഒന്ന് ട്രൈ ചെയ്യുക ഈ രീതിയിൽ. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. നമ്മുടെ റാഗി ബീറ്റ്റൂട്ട് വട്ടയപ്പവും കടലക്കറിയാണ് ഞാൻ കഴിക്കുന്നത്. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ പരീക്ഷിച്ച് ഒന്ന് കമൻ്റൊക്കെ ഇടണേ. സൂപ്പറാട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒരു കമൻ്റൊക്കെ ഇട്ട് ഈ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.